ഇത് വാങ്ങിച്ചാലോ? ഇത് വാങ്ങിച്ചാലോ? എന്തെങ്ങനെയുണ്ട്? എനിക്ക് വയ്യായിരുന്നു, ഇന്നലെ വോമിറ്റിംഗ് ആയിട്ട് ഞാൻ കിടപ്പിലായിരുന്നു. അപ്പൊ നമ്മളിന്ന് ആൽബർട്സിന്റെ അടുത്തുള്ള വെസ്റ്റ് സൈഡിലാണുള്ളത്. അപ്പൊ എനിക്ക് വയ്യായിരുന്നു, പിന്നെ വൈകു ഷോപ്പിങ്ങിന് പോകാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മളിറങ്ങി തിരിച്ചു. അവസ്ഥ ഒരു എനർജി ഇല്ലല്ലോ. ഒരു വീഡിയോ എടുക്കുമ്പോ ഇങ്ങനെയാണോ വർഷ? ഗൈസ്, ഇന്നലെ ഞാൻ ഛർദിൽ വന്ന് കിടപ്പിലായിരുന്നു. ഫുഡ് പോയിസൺ ആണ്. കണ്ട സാധനങ്ങളെല്ലാം വലിച്ചു വാരി കഴിച്ച്. നമ്മൾ കൂടുതൽ ഓൺലൈനാണെല്ലാം വാങ്ങാറുള്ളത്. എന്നെ കാണിക്കാനുള്ള ആരും ഞാൻ കാണിക്കണം. നമ്മൾ കൂടുതൽ ഓൺലൈൻ ഷോപ്പ് ചെയ്യാറില്ല. അപ്പൊ ഇനി നടക്കാം വാ. നമ്മൾ കൂടുതൽ ഓൺലൈനാണ് ഷോപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ നാളെ വർഷയ്ക്കൊരു ഷൂട്ട് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അത്രയും 10 വീഡിയോസ് എടുക്കാറുണ്ട്. അപ്പോൾ 10 ഡ്രസ്സൊന്നും ഫസ്റ്റ് ഓവറാക്കുന്നുണ്ടല്ലേ? നമ്മള് താഴത്തെ ഫ്ലോറിൽ നിന്ന് ഒരു 4 ഡ്രസ്സ് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. താഴത്തെ എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ മുകളിലെല്ലാം സെലക്ഷൻ ഉണ്ടോന്ന് നോക്കാം. ഏതാ ഇത്? വില നോക്കുമ്പോ വേണ്ടെന്നൊക്കെ. ഇത് വാങ്ങിച്ചാലോ? ഇത് വാങ്ങി ഗൈസ്. എന്തെങ്കിലും പറയാനുണ്ടോ? അവർ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. സാരല്ല, പോട്ടെ. അപ്പോൾ നമ്മള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മള് ഇതാണ് നമ്മുടെ മുത്തുള്ള സാധനങ്ങൾ. ഒരു ചെടിച്ചട്ടിയുണ്ട്. പിന്നെ ഞങ്ങൾ ഈ സാധനം വാങ്ങിച്ചു. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അത്ര വലിയ സംഭവം വീഡിയോ ഒന്നും അല്ല, പക്ഷെ എന്തോ വീഡിയോ എടുക്കാൻ തോന്നി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ പറയൂ വർഷ.